CPM-ന്റെ ദേശീയ തലത്തിലേക്കുള്ള നേതൃനിരയെ തീരുമാനിക്കുവാനുള്ള അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് CPM-ന്റെ ദേശീയ തലത്തിലുള്ള സമ്മേളനം മധുരയിൽ നടക്കുകയാണ്. പല നേതാക്കന്മാരുടെയും പേരുകൾ ആദ്യഘട്ടം മുതൽ തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ കേരളത്തിൽ നിന്ന് പോലുമുള്ള നേതാക്കന്മാരുടെ പേരുണ്ട്. ദേശീയ തലത്തിൽ കേരളത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു പേരായി ഉയർന്നു വന്നിട്ടുള്ളത് EMS ആയിരുന്നു. അദ്ദേഹം ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവായി പിന്നീട് രാഷ്ട്രീയ തലത്തിൽ വളർന്നു വരികയും ചെയ്തു. ഇപ്പോൾ അതിനുശേഷം ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു നേതാവിൻ്റെ പേര് ഇതുവരെ എത്തിയിട്ടില്ല. അവിടേക്ക് കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവിൻ്റെ പേര് എത്തുന്നു എന്ന വാർത്തയാണ് വരുന്നത്. എത്തുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം തന്നെ ആയിരിക്കും ദേശീയ തലത്തിൽ ജനറൽ സെക്രട്ടറിയായി മാറുക എന്ന വാർത്തയ്ക്കും കൂടുതൽ അടിവര വരികയാണ്. CPM-ന്റെ പുതിയ ജനറൽ സെക്രട്ടറിയായി MA ബേബിയെ തിരഞ്ഞെടുക്കുമെന്ന ഉറപ്പായി എന്ന് സാരം. പ്രായനിബന്ധനയിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴികെയുള്ള ആർക്കും ഇളവ് നൽകേണ്ടതില്ല എന്ന ധാരണയുള്ളതിനാൽ PBയിൽ അവശേഷിക്കുന്ന നേതാക്കളിൽ നിന്ന് തന്നെ പുതിയ ജനറൽ സെക്രട്ടറിയെ കണ്ടെത്തണം. PBയിൽ ബാക്കിയുള്ള നേതാക്കളിൽ മലയാളിയായ MA ബേബിയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. 2012 പോളിറ്റ് ബ്യൂറോ അംഗമായ ബേബി നിലവിലുള്ള നേതാക്കളിൽ ഏറ്റവും സീനിയർ ആയവരിൽ ഒരാളാണ്. 2005 PBയിലെത്തിയ BV രാഘവലു മാത്രമാണ് ബേബിയേക്കാൾ സീനിയോറിറ്റിയുള്ള ഏക നേതാവ്. പാർട്ടി ദുർബലമായ ആന്ധ്രയിൽ നിന്ന് വരുന്ന രാഘവലു ദേശീയ തലത്തിൽ കാര്യമായ സാന്നിധ്യമല്ല. ആന്ധ്രയിലെയും തെലുങ്കാനയിലെയും സംഘടനാ പ്രശ്നങ്ങളിൽ ആരോപണ വിധേയനായ രാഘവലു ഇടയ്ക്ക് PB അംഗത്വം രാജിവെച്ചിരുന്നു. എന്നാൽ വിവാദം ഒഴിവാക്കാൻ നേതാക്കൾ ഇടപെട്ട് രാജി പിൻവലിപ്പിക്കുകയായിരുന്നു. ബംഗാൾ പോലെയുള്ള പ്രബല സംസ്ഥാനങ്ങൾക്കും രാഘവലു ജനറൽ സെക്രട്ടറി ആകുന്നതിനോട് താല്പര്യമില്ല. ഇതും MA ബേബിക്ക് അനുകൂലമായ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. രാഘവലു കഴിഞ്ഞാൽ PB അംഗവും കിസാൻ സഭ ജനറൽ സെക്രട്ടറിയുമായ അശോക് ധവളയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. മഹാരാഷ്ട്ര കർഷക സമരത്തോടെ ദേശീയ തലത്തിൽ ശ്രദ്ധേയനായ ധാവള നല്ല സംഘാടകനും സൈദ്ധാന്തിക അടിത്തറയുമുള്ള നേതാവുമാണ്. ആദർശ രാഷ്ട്രീയ വഴിയിലുള്ള ധവളയ്ക്ക് പ്രായോഗിക രാഷ്ട്രീയത്തിൽ വലിയ മികവില്ല. ഇതാണ് ആകെയുള്ള പ്രതികൂല ഘടകം. ആരോഗ്യ പ്രശ്നങ്ങളും മഹാരാഷ്ട്ര ഘടകത്തിൻ്റെ പിന്തുണ ഇല്ലാത്തതും ധാവളയുടെ സാധ്യതയെ ബാധിക്കാനിടയുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ MA ബേബി തന്നെ ജനറൽ സെക്രട്ടറി ആകാനാണ് സാധ്യത ഏറെ എന്ന് തന്നെ മനസ്സിലാക്കണം. ജനറൽ സെക്രട്ടറി ആരാകണമെന്ന് സംബന്ധിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ മനസ്സ് തുറക്കാത്തത് മാത്രമാണ് MA ബേബിയുടെ കടന്നുവരവിന് മുന്നിലെ ഏക ആശങ്ക. തനിക്ക് മുകളിൽ കേരളത്തിലെ പാർട്ടിയിൽ വേറൊരു അധികാര കേന്ദ്രം ഉണ്ടാകുന്നത് അംഗീകരിച്ച് നൽകാൻ വിമുഖതയുള്ള നേതാവാണ് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ എതിർപ്പ് ബേബി അനുകൂലികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരായ മാസപ്പടി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ സംഭവത്തിൽ ഇന്ന് ബേബി ആഞ്ഞടിച്ചിരുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ മുഖ്യമന്ത്രിയുടെ പിന്തുണ തേടിയുള്ള പ്രതികരണമാണ് ബേബി നടത്തിയതെന്ന് ഏറെക്കുറെ വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ എതിർപ്പ് വന്നാലും ബേബിയെ ജനറൽ സെക്രട്ടറി ആക്കാൻ മന്ത്രി P രാജീവിന്റെ നേതൃത്വത്തിൽ ബദൽ നീക്കവുമുണ്ട്. കേന്ദ്ര കമ്മിറ്റിയിലും മറ്റ് സംസ്ഥാന ഘടകങ്ങളിലും ആശയവിനിമയം സജീവമാണ്. മുഖ്യമന്ത്രി ബേബിയുടെ ജനറൽ സെക്രട്ടറി ആയുള്ള കടന്നുവരവിനെ എതിർത്താൽ കേരളത്തിലെ പാർട്ടിയിൽ വലിയ ചേരിതിരിവുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. എന്തായാലും MA ബേബി ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യത 90% ഉണ്ട്. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ എതിർപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എന്നാൽ അത്തരത്തിലൊരു എതിർപ്പുണ്ടായാൽ അത് കേരളത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വലിയ വിള്ളലുണ്ടാക്കുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ.